500 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, 200-ൽ-അധികം കാർ പാർക്കിംഗ്, 250 സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ, 7ഓളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ. പട്ടാമ്പിയിൽ മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ എക്സലൻസ് അവാർഡ് വിതരണവും ശ്രദ്ധ എജു ഫെസ്റ്റും ശ്രദ്ധേയമായി. വിവിധ പരീക്ഷകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയവർക്കും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുമായിരുന്നു അവാർഡുകൾ നൽകി ആദരിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ കരസ്ഥമാക്കിയവർ, LSS, USS, NMMS സ്കോളർഷിപ്പ് നേടിയവർ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാ കായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയവർ, വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ എന്നിവർക്കാണ് MLAയുടെ എക്സലൻസ് അവാർഡ് സമ്മാനിച്ച് ആദരിച്ചത്. ഇതോടൊപ്പം ശ്രദ്ധ എജു ഫെസ്റ്റും സംഘടിപ്പിച്ചു. ആമയൂർ OPH കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. മികച്ച വിജയം നേടിയവരെ മാത്രമല്ല അല്ലാത്തവരെയും ചേർത്ത് പിടിച്ചുള്ള പദ്ധതികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ രൂപം നൽകിയിരിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA സൂചിപ്പിച്ചു. ഇത്തരക്കാരുടെ കഴിവുകൾ കണ്ടെത്തുവാനുള്ള പദ്ധതിയാണ് ടാലന്റ് സെർച്ച് എന്നും MLA ഓർമ്മപ്പെടുത്തി. വരും വർഷങ്ങളിൽ പട്ടാമ്പിയിൽ ഇന്റർനാഷണൽ തലത്തിൽ എജു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും MLA സൂചിപ്പിച്ചു. ആ കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ടാലന്റ് ഹഡ് അല്ലെങ്കിൽ ടാലന്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതി വളരെ മികച്ച രീതിയിൽ ഇനി വരാനിരിക്കുന്ന ദിവസം നടപ്പിലാക്കുകയും അതിൽ നിന്ന് കഴിവ് തെളിയിക്കുന്ന കുട്ടികളെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും നടക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയിക്കുകയാണ്. ഇതിന് അവസാനം പരിസമാപ്തി എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് ഇവിടെ ഒരു എജു ഫെസ്റ്റ് നടന്നു. അത് മണ്ഡലം തലത്തിലാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുക വരുന്ന വർഷങ്ങളിൽ എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൂടി നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ വികസന പദ്ധതികൾ ജനങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതോടൊപ്പം അത് നാളെയുടെ തലമുറയെ അവരെങ്ങനെയായിരിക്കണമെന്ന് കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മാത്രമല്ല തന്റെ സ്വപ്നമെന്നും വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതം തിരിച്ചുപിടിക്കുവാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണെന്നും തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ MLA വ്യക്തമാക്കി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. എന്താണ്, ഇനി മത്സരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്ക കൊണ്ടും അല്ലെങ്കിൽ പല താല്പര്യം കൊണ്ടും ചോദിക്കാറുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് അന്നും സ്വപ്നമുണ്ട്, ഇന്നും സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഒരു ജനപ്രതിനിധിയായിരിക്കുക എന്ന് മാത്രമല്ല, ജനപ്രതിനിധി ആയാലും ഇല്ലേലും നമ്മൾ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ പോലെ ആശങ്കയോടുകൂടി അന്ന് നിന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ എങ്ങനെയെന്ന് കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള രീതി, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ലക്ഷ്യബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ലക്ഷ്യബോധം ഉണ്ടായി നമുക്ക് മുന്നോട്ട് പോകണം. പ്രിയപ്പെട്ട കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടറാവണം, നിങ്ങൾ എഞ്ചിനീയർ ആവണം, നിങ്ങൾ മന്ത്രിയാവണം, നിങ്ങൾ MLA ആവണം എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന, സമൂഹത്തിന് ഗുണമുള്ള, നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അതിനു വേണ്ട കരിയർ പാത്ത് നിങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുക. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അവസരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നാച്ചുറലായിട്ട് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ വറീഡാവേണ്ടത്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വളരെ കുറഞ്ഞ ജീവിത സമയമാണ് നമുക്കുള്ളത്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള വളരെ വലിയ പരിശ്രമവുമായാണ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. ചടങ്ങിൽ കില ഡയറക്ടർ A. നിസാമുദ്ദീൻ വിശിഷ്ടാതിഥിയായി. ഡോക്ടർ TP സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, A. ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, NK അബ്ദുൽ ലത്തീഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ റഫീഖ്, T. ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AEO T. സുമതി, ഗിരീഷ് പട്ടാമ്പി, KP കമാൽ, K. ബാലകൃഷ്ണൻ, K. ബിജു, ബിനോജ്, VM കുഞ്ഞുമുഹമ്മദ്, EK ബാബു, അലിക്കുഞ്ഞ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. സാധാരണക്കാരുടെ ആശ്രമം ALPS അമൻമൂർ, ശ്രീഹരി A, ALPS മുഹമ്മദ്